ഏതൊരു കേരളീയന്റെയും ഗ്രഹാതുര സ്മരണകളിൽ ഞാവൽ മരത്തിന്റെ സ്ഥാനം വേറെ തന്നെയാണ്. പഴുത്തു ഭാഗമായ ആ കറുത്ത മുത്തുകൾ നാവിലും മനസ്സിലും സമ്മാനിച്ച മധുരം ഒരു തലമുറയുടെ തന്നെ അടയാളമായിരുന്നു. കാലപ്രവാഹത്തിൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ നിന്നും ഈ ഗ്രാമവൃക്ഷങ്ങൾ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുമ്പോൾ മൈലകൊമ്പ് മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷന്റെ മുറ്റത്ത് ആ പഴയ കാലം വീണ്ടും പൂത്തുലഞ്ഞു നിൽക്കുകയാണ്. സ്കൂൾ അവധിയായതോടെ ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്കിതൊരു ആഘോഷമാണ്. മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷന്റെ മുറ്റത്തെ ആ വലിയ ഞാവൽ മരം ഇപ്പോൾ നിറയെ പഴങ്ങളാൽ സമൃദ്ധം. പുലർച്ചെ തന്നെ കിളികൾക്കും അണ്ണാറക്കണ്ണന്മാർക്കുമൊപ്പം ഈ കുരുന്നുകളും മരച്ചുവട്ടിലെത്തും. മുതിർന്ന ചേച്ചിമാർ മരത്തിൽ കയറി പറിച്ചു നൽകുന്ന ഞാവൽപ്പഴങ്ങൾ കഴിച്ച് ചുണ്ടിലും നാവിലും ആ വയലറ്റ് നിറം പടരുമ്പോൾ ഈ വേനലവധി അവർക്കൊരു ഞാവൽ പഴക്കാലം കൂടിയായി മാറുന്നു. 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്കായുള്ള പ്രശാന്തി എന്ന കെട്ടിടത്തിന് തണലേകാൻ വേണ്ടിയാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ജോഷി മാത്യു ഇവിടെ തണൽ മരങ്ങൾ നട്ടുപിടിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ആ കരുതൽ ഇന്ന് വലിയൊരു തണലായി, മധുരമുള്ള ഫലങ്ങളായി ഈ കുഞ്ഞുങ്ങൾക്ക് തണൽ വിരിച്ചു നിൽക്കുന്നു. കഴിഞ്ഞ ദിവസം പെട്ടെന്ന് ഞാൻ വൈകുന്നേരം മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷനിലേക്ക് വന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ അക്ഷയയിലെ 3 പെൺകുരുന്നുകൾ ഞാവലിൻ്റെ ഏറ്റവും മുകളിലാണ്. ഞാൻ വഴക്കൊക്കെ പറഞ്ഞ് അത് താഴെ ഇറക്കി. പക്ഷേ അത് കഴിഞ്ഞ് എനിക്ക് ഭയങ്കരമായ സന്തോഷം തോന്നി. കാരണം ഈ അവധിക്കാലത്ത് കുഞ്ഞുങ്ങൾ നമുക്കിവിടെ ഞാവലുണ്ട്, 2 പനിനീർച്ചാമ്പയുണ്ട്, പിന്നെ സൈഡിൽ മറ്റ് വെറൈറ്റി ചാമ്പുകളും ഉണ്ട്. ഈ അവധിക്കാലത്ത് കുഞ്ഞുങ്ങൾ ഇവിടെ ഇരുന്ന് ഇതൊക്കെ ഓടി നടന്ന് സ്വന്തം വീട്ടിലെ പോലെ ആസ്വദിക്കുന്നത് കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം. ഞാനിപ്പോൾ ഈ സന്തോഷം പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ചുമ്മാ വൈകുന്നേരങ്ങളിൽ ചിലപ്പോൾ വീട്ടിൽ തിണ്ണയിലിരിക്കുമ്പോൾ തിണ്ണയുടെ മുകളിൽ കുറച്ച് പൂച്ചട്ടികൾ തൂക്കിയിട്ടിരുന്നു. അപ്പോൾ അത്ഭുതകരമായിട്ട് പലപ്പോഴും എനിക്ക് അതിനകത്ത് ഒത്തിരി സന്തോഷം തോന്നുന്നൊരു കാര്യം, ഈ കുഞ്ഞു കുരുവികൾ ആ തൂക്കിയിട്ടിരിക്കുന്ന പാത്രത്തിൽ ചെടികൾക്കിടയിൽ കുഞ്ഞു കൂടുണ്ടാക്കി മുട്ടയിട്ട് കുഞ്ഞു കുരുവികൾ വിരിയും. ആ സമയത്ത് ഇങ്ങനെ റിലാക്സ് ചെയ്ത് നമ്മൾ വൈകുന്നേരങ്ങളിൽ ഇരിക്കുമ്പോൾ ഈ അമ്മക്കിളിയും അപ്പൻ കിളിയും കൂടെ വന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് ഈ ഭക്ഷണം കൊടുക്കാൻ വരുമ്പോൾ ഉള്ള മേളം നമുക്കറിയാമല്ലോ. അത് കഴിഞ്ഞ് കൊടുത്തിട്ട് തിരിച്ചു പോകുമ്പോൾ സന്തോഷം ഇപ്പോഴും ഞാവൽപ്പഴം വീഴുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കുഞ്ഞിക്കുരുവികൾ എല്ലാവരും കൂടി ആകാംക്ഷയോടെ കാത്തിരുന്ന് കൊക്കിൽ നിന്ന് കൊക്കിലേക്ക് കിട്ടുന്ന ആ ഭക്ഷണം രുചിയോടെ ആസ്വദിക്കുന്ന ആ കാഴ്ച മനം കുളിരുന്നൊരു കാഴ്ചയാണ്. മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷനെ സംബന്ധിച്ചും ഇങ്ങനെ അത്ഭുതകരമായ ചില സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത്. 198 കുഞ്ഞുങ്ങൾ 4 പോന്നുകളായിട്ടുണ്ട്. അതിൽ 63 പേര് ഹയർ സ്റ്റഡീസ് ചെയ്യുന്നു. പക്ഷേ ഇവിടുത്തെ ഒരു എന്താ പറയുക, ഇപ്പോൾ ഈ അവധിക്കാലത്ത് വീട്ടിലൊന്നും പോകാൻ നോക്കില്ലാത്ത ധാരാളം കുഞ്ഞുങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ അവരുടെ കളിച്ചിരികൾ വൈകുന്നേരങ്ങളിൽ ഇവിടെ മുഴങ്ങുമ്പോൾ എനിക്ക് എന്താ പറയുക, ഈ അപ്പൻകിളിയുടെയും അമ്മക്കിളിയുടെയും ഒക്കെ ഒരു നിർവൃതിയാണ് ഉള്ളിൽ നിറയുന്നത്. തമ്പുരാൻ വളരെ യാദൃശ്ചികമായിട്ട് വളർത്തി തന്ന 4 മരങ്ങൾ, 4 മരങ്ങളിൽ 3 എണ്ണവും ഫലം കായ്ച്ചു തുടങ്ങി. പക്ഷെ അതിൻ്റെ പുറകിൽ ഒരു രസകരമായ കഥയുണ്ട്. ഞാൻ സത്യം പറയാൻ ഈ സേസ് ഫൗണ്ടനി ഹോം പടിഞ്ഞാറ് ഇന്ന് ഉച്ച കഴിയുമ്പോൾ ഭയങ്കരമായ വെയിൽ കെട്ടിടത്തിലേക്ക് അടിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ചൂടായതുകൊണ്ട് അത് മറിയാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ വർഷം ഞാൻ 4 പനിനീർച്ചാമ്പ കൊണ്ട് നട്ടു ഇതിന് ചേർന്ന്. പക്ഷേ അറിയാമല്ലോ, നമ്മുടെ കുഞ്ഞു കുരുന്നുകൾ ഈ ചാമ്പയുടെ ഇലയ്ക്കൊരു പുളിപ്പുണ്ട്. അപ്പോൾ അത് വളർന്നു വന്ന സമയത്ത് ഈ കുരുന്ന് അതുങ്ങൾ ഇങ്ങനെ പറിച്ച് തിന്നും. അങ്ങനെ ആദ്യത്തെ വർഷം 4 എണ്ണം നട്ടതിൽ 3 എണ്ണം മക്കൾ കുരുന്ന് പറിച്ച് തിന്നു തീർന്നു. അപ്പോൾ പിറ്റേ വർഷം ഞാൻ വീണ്ടും 3 എണ്ണം വെച്ചു. അതിൽ 1 എണ്ണം കൂടെ രക്ഷപ്പെട്ട് കിട്ടി. അതാണ് ഇങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ 2 പനിനീർച്ചാമ്പ നട്ട് 3ാമത്തെ വർഷമാണ് ഞാവൽ നട്ടത്. പക്ഷെ ഇപ്പോൾ പനിനീർച്ചാമ്പയേക്കാളും കൂടുതൽ നന്നായിട്ട് വളർന്നു നിൽക്കുന്നത് ഞാവലാണ്. ഈ വർഷം ദൈവകൃപയാൽ നമുക്ക് ധാരാളം മാങ്ങയും ചക്കയൊക്കെ ഉള്ളതുപോലെ തന്നെ ഞാവലയിലും ചാമ്പയിലും ഒക്കെ ധാരാളം ഫലങ്ങളുണ്ട്. പിന്നെ ഇനി അവസാനം ഒരു മംഗോസ്റ്റിൻ നട്ടുവെച്ചാണ്. പക്ഷെ അതൊക്കെ വളർന്നു വരുന്നേ ഉള്ളൂ. ആധുനികതയുടെ കടന്നുകയറ്റത്തിൽ നമുക്ക് നഷ്ടമായ ഗ്രാമീണ കാഴ്ചകളെ ഈ മുറ്റത്ത് അദ്ദേഹം തിരികെ എത്തിച്ചിരിക്കുകയാണ്. മാറുന്ന കാലം മായ്ച്ചു കളഞ്ഞ കാഴ്ചകൾ ഇതാ ഈ മുറ്റത്ത് വീണ്ടും പുനർജനിക്കുന്നു. ഈ കുരുന്നുകളുടെ ചിരിയും ഞാവൽപ്പഴത്തിന്റെ മധുരവും ഒത്തുചേരുമ്പോൾ മൈലകൊമ്പിലെ ഈ മുറ്റം ഒരു വലിയ പാഠപുസ്തകമായി മാറുകയാണ്. പ്രകൃതിയെയും മധുരമുള്ള ഓർമ്മകളെയും ചേർത്തു പിടിക്കാനുള്ള വലിയ പാഠം.